മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് 174ലേക്ക്. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ ചില വിവരങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായും 200-ന് മുകളിലേക്ക് അത് പോകും. കാരണം ഒരു വീടിനകത്ത് 5, മറ്റ് 2 വീടുകളിലായി 6 പേർ. അങ്ങനെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, അനുനിമിഷം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 65 മൃതദേഹങ്ങൾ നിലമ്പൂരിലെ സർക്കാർ ആശുപത്രിയിലുണ്ട്. അത് ഉച്ചയോടുകൂടി മേപ്പാടിയിലേക്ക് എത്തിക്കും. അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. തിരിച്ചറിയാത്ത 65 മൃതദേഹങ്ങളാണ് നിലമ്പൂർ സർക്കാർ ആശുപത്രിയിലുള്ളത്. 174 മൃതദേഹം കണ്ടെടുത്തു. പക്ഷേ ഇപ്പോഴും ദുഷ്കരമാണ്. നമ്മൾ ഈ കാണുന്ന ആകാശ ദൃശ്യങ്ങളിൽ ഈ ചെളി പുതഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളിൽ അടിയിലാണ് വീടുകളുള്ളത്. എത്രയോ വീടുകളുണ്ട്. ഈ മുണ്ടക്കൈ ഭാഗത്ത് 210ഓളം വീടുകളുണ്ടായിരുന്നു. അതിൽ 5ഓ 6ഓ വീട് മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ അത് നല്ല നിലയ്ക്കുണ്ടെന്നല്ല, ബാക്കി നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ളത്. ബാക്കി അത്രയും ഒരു 190-നടുത്ത് വീടുകൾ നാമാവശേഷമായി പോയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഈ ചെളിക്ക് അകത്ത്, മണ്ണിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അതിനകത്തുള്ള ആളുകളെ കണ്ടെത്തേണ്ടതല്ലോ. ഓരോ മനുഷ്യർ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും മൈസൂരിൽ നിന്നും ഒക്കെ വന്ന് ഇവിടെ എൻ്റെ വീടുണ്ടായിരുന്നു, ഇവിടെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും താമസിച്ചതെന്ന് പറയുമ്പോൾ അവിടേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുകയാണ്. അതല്ലാതെ ഈ ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം വേണം അതിലൂടെ JCB അടക്കം എത്തിച്ച് മുണ്ടക്കൈയിൽ എത്രത്തോളം മണ്ണ് മാറ്റാൻ കഴിയുമോ അത്രത്തോളം മണ്ണ് മാറ്റി വീടിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് പുറത്തെത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് മനുഷ്യർ. അതിനിടയ്ക്ക് ഇപ്പോൾ വെല്ലുവിളിയായി മഴയും വരികയാണ്, കാലാവസ്ഥയും പ്രതികൂലമാവുകയാണ്. ഇന്ന് ജില്ലയിൽ പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഓറഞ്ച് അലേർട്ടാണ്. തീവ്രമായ മഴയ്ക്കുള്ള സാധ്യത. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ മാറി നിൽക്കുന്നതായിരുന്നു വലിയൊരു ആശ്വാസം. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അഭിലാഷ് അല്പസമയം മുൻപ് അവിടെ നിന്ന് പറഞ്ഞത്. അത് രക്ഷാദൗത്യം ദുഷ്കരമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവിടെ ആളുകൾക്ക്, ആ രക്ഷാപ്രവർത്തകർക്ക് നിൽക്കാൻ, ബൂട്ട്സ് ഇട്ടിട്ട് പോലും നിൽക്കാൻ കഴിയുന്നില്ല. അവർ തെന്നി വീഴാൻ പോവുകയായിരുന്നു പല തവണ. ആ ചെളി നിറഞ്ഞ പ്രദേശത്തേക്ക് വീണ്ടും മണ്ണൊലിച്ചെത്തുന്നതും അതോടൊപ്പം തന്നെ മഴ പെയ്തതും ദുഷ്കരമാക്കും, പുഴയുടെ ഒഴുക്ക് കൂട്ടും. അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു നാടിന്റെ മേൽവിലാസമാകെ, ഒരു നാടിന്റെ ഭൂമിശാസ്ത്രമാകെ തിരുത്തി എഴുതുകയാണ് ഈ ഉരുൾപൊട്ടൽ, ഈ മണ്ണിടിച്ചിൽ. നോക്കൂ, വലിയ വലിയ പാറക്കഷ്ണങ്ങളുണ്ട്. ആ പാറക്കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം ആളുകളെ തിരയാൻ, പാലം നിർമ്മിക്കാൻ, യാത്ര സാധ്യമാക്കാൻ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ മറുകരയിലേക്ക് എത്തിക്കാൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മനുഷ്യസാധ്യമായതെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫെലിക്സിലേക്ക് പോവുകയാണ്. ഫെലിക്സ്, മനുഷ്യർ മാത്രമല്ല മിണ്ടാപ്രാണികളുമുണ്ട് ഈ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട്. അവരെ കൂടി സൈന്യം രക്ഷിക്കുന്നുണ്ട്, അവരെ കൂടി കരക്കെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. തീർച്ചയായും മനുഷ്യജീവന് മാത്രമല്ല എല്ലാ ജീവനുകളും വിലയുള്ളതാണ്. അങ്ങനെ എല്ലാവരെയും കരക്കെത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ എത്തി പരിശോധനകളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മനുഷ്യ ശരീരം എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഡോഗ് സ്ക്വാഡിന്റെ സഹായം തേടി ഡോഗ് സ്ക്വാഡ് അടക്കം എത്തിയുള്ള പരിശോധന പലയിടങ്ങളിലും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സങ്കടകരമായ കാഴ്ചകൾ തന്നെയാണ്. ഓരോ നിമിഷവും അത് തന്നെയാണ് കാഴ്ചകൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 7 മൃതദേഹങ്ങൾ ഈ കയർ കെട്ടി ഇവിടേക്ക് ചൂരൽമലയിലേക്ക് മുണ്ടക്കൈയിൽ നിന്നും എത്തിച്ചതാണ്. ഇപ്പോഴേതായാലും ഉപയോഗിച്ച മറുകരയിലെ ലെവൽ ചെയ്യാണ്. മറുകരയിലെ നിലം നിരപ്പാക്കി ഉറപ്പാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നും ഈ കമ്പി ഉപയോഗിച്ചുകൊണ്ടുള്ള പാലം അവിടേക്ക് നീട്ടി സ്ഥാപിക്കുക. അവിടേക്ക് സ്ഥാപിക്കുമ്പോൾ അവിടെ നിലം ഉറപ്പുവരുത്തണം. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ JCB ഒരു വശത്ത് മണ്ണുമാന്തി യന്ത്രം നടത്തുന്നത്. ഏതായാലും ഈ പറയുന്ന മുണ്ടക്കയിൽ നിന്നും ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നും ഈ കമ്പി ഉപയോഗിച്ചുകൊണ്ടുള്ള പാലം അവിടേക്ക് നീട്ടി സ്ഥാപിക്കുക. അവിടേക്ക് സ്ഥാപിക്കുമ്പോൾ അവിടെ നിലം ഉറപ്പുവരുത്തണം. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ JCB ഒരു വശത്ത് മണ്ണുമാന്തി യന്ത്രം നടത്തുന്നത്. ഏതായാലും ഈ പറയുന്ന മുണ്ടക്കയിൽ നിന്നും ഈ ചൂരൽമലയിലേക്ക് ഏക വഴി എന്ന് പറയുന്നത് ഈ പാലം മാത്രമായിരുന്നു. ആ പാലമാണ് ഉരുൾപൊട്ടലിൽ തീർത്തും ഇല്ലാതായത്. പിന്നീട് താൽക്കാലികമായ ഒരു ചെറിയ പാലം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി മഴ അല്പം കനക്കുന്നു എന്നതാണ്. നേരത്തെ തീരെ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം. കുറച്ച് നേരമായി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
പുഴയിൽ നോക്കിയാൽ അറിയാം കുത്തൊഴുക്കുണ്ട്. നേരത്തെക്കായാലും ഒഴുക്ക് കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഈ മഴ കനക്കുന്നത് ഒരു പരിധിവരെയും ഈ പാല നിർമ്മാണത്തിനടക്കം സാരമായി ബാധിക്കും. അതിന്റെ വേഗം കുറയ്ക്കാൻ ഇടയാക്കുമെന്നതാണ്. കുത്തൊഴുക്ക് തന്നെയാണ് ഇപ്പോഴും പുഴയിലുള്ളത്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രതിസന്ധിയായി മാറുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ രാത്രിയോടുകൂടി തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് സൈന്യം വ്യക്തമാക്കുന്നത്. മുതിർന്ന നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സംഭവ സ്ഥലത്ത് ചൂരൽമലയിലെത്തി കാര്യങ്ങൾ വിശദമായി കണ്ട് മനസ്സിലാക്കിയിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്ത് എത്തി കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുകയാണ്. അതായത് മറുകരയിലേക്ക് പോകാൻ കഴിയില്ല. മറുകരയിൽ ഇപ്പോൾ ഉള്ളത് ദുരന്ത നിവാരണ സേനയുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, സൈന്യമുണ്ട്, മറ്റ് രക്ഷാപ്രവർത്തനത്തിനായുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ മറുകരയിലുണ്ട്. അതേസമയം അവിടെ നിന്നും ഇവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് ഒരു 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 പ്രധാന പ്രതിസന്ധിയായി മാറുന്നത്. അതായത് ആ പ്രദേശത്ത് നിന്നും ഇവിടേക്ക് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് മണ്ണുമാന്തി യന്ത്രമടക്കം അവിടെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. മണ്ണുമാന്തി യന്ത്രം അവിടെ എത്തണമെങ്കിൽ ഈ സൈന്യത്തിന്റെ പാലം അത് പണി പൂർത്തീകരിക്കണം. അതിനുള്ള തീവ്ര ശ്രമം നടക്കുന്നു. തീവ്ര ശ്രമമാണ് നടക്കുന്നത്. നിരവധി സൈനികർ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, വെല്ലുവിളി നിറഞ്ഞതാണ് അന്തരീക്ഷം, വെല്ലുവിളി നിറഞ്ഞതാണ് സാഹചര്യം. പക്ഷെ അപ്പോഴും അതിനെയൊക്കെ വകവെക്കാതെ വളരെ പെട്ടെന്ന് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കേണ്ട ശ്രമം തന്നെയാണ് ഇപ്പോൾ സൈനികരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ മഴ വീണ്ടും ഉണ്ടാകുന്നു എന്നത് ഒരല്പം ആശങ്കയാണ്. കാരണം നേരത്തെ മഴ മാറി നിന്നതാണ്. പുലർച്ചെ രാവിലെ ഒന്നും തന്നെ അതിശക്തമായ മഴ പെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നല്ല ശക്തമായ മഴ ഈ പ്രദേശത്ത് ചൂരൽമലയിൽ അനുഭവപ്പെടുന്നതാണ്. ഈ മഴ ശക്തമാകുന്നത് രക്ഷാപ്രവർത്തനത്തെയും ഒപ്പം തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണത്തെയും അതിന്റെ വേഗതയും ബാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഈ മുണ്ടക്കൈൽ എന്ന പ്രദേശത്ത്, അവിടെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. അല്ലെങ്കിൽ ചിലരുടെ മൃതദേഹങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കാനുണ്ട്. 7 മൃതദേഹമാണ് ഇതുവരെയും ഈ സമയത്തിനുള്ളിൽ ഈ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ രക്ഷാപ്രവർത്തകരും സൈന്യവും കൂടുതലായി ആ പ്രദേശത്തേക്ക്, മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഹെലികോപ്റ്ററിന്റെ നേവിയുടെ അടക്കം സഹായം തേടി, നേവിയുടെ അടക്കം സഹായം ലഭിക്കുകയും ചെയ്തതാണ്. ഏതായാലും അതിതീവ്രമായി ഇവിടെ പാല നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതാണ് ഏറ്റവും നിർണായകമായ ഘട്ടം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രമേ അങ്ങോട്ടേക്ക് യന്ത്ര സംവിധാനം, മണ്ണുമാന്തി യന്ത്രം അടക്കം അവിടെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. ഒപ്പം തന്നെ പരിക്കേറ്റവരെ അടക്കം അല്പസമയം മുമ്പ് ഇവിടേക്ക് കൊണ്ടുവന്നു. അത് ചുമലിൽ ഏന്തിക്കൊണ്ടാണ് പരിക്കേറ്റവരെ, കുറച്ച് ആളുകൾ ചുമലിൽ ഏന്തിക്കൊണ്ട് നടന്ന് ഈ പുഴയിൽ ഒരു ചെറിയ പാലമുണ്ട്, അത് നടന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തെ കരയ്ക്കേക്ക് എത്തുകയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ സാഹസികമായി ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല ഇന്നലത്തേതിനെ അപേക്ഷിച്ച് ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷവും ഇന്ന് രാവിലെയും ഒക്കെ തന്നെ മഴ അല്പം മാറി നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, തുടർച്ചയായി. ഫെലിക്സും അഭിലാഷും പറഞ്ഞത് അത് തന്നെയാണ്. മഴ വീണ്ടും കനപ്പെടുന്നു, ശക്തിപ്പെടുന്നു എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.